നോവയായിരുന്നു പത്തനംതിട്ട കോഴഞ്ചേരി കാട്ടൂരിലെ സാബു ജീൻ ദമ്പതികളുടെ ലോകം. അഭിഭാഷകയാകാൻ കൊതിച്ച സാമൂഹ്യ സേവന തൽപരയായ ബിരുദ വിദ്യാർത്ഥിനി. ആരോഗ്യവതിയായി പാറിപ്പറന്ന് നടന്ന നോവയ്ക്ക് വാക്സിൻ സ്വീകരിച്ചതോടെയാണ് അസ്വസ്ഥതകൾ തുടങ്ങിയതെന്ന് മാതാപിതാക്കൾ പറയുന്നു. വാക്സിൻ സ്വീകരിച്ച് 15-ാം ദിവസം നോവ വിട പറഞ്ഞു. രക്തം കട്ടപിടിക്കുന്നതാണ് മരണകാരണമെന്ന് വ്യക്തമാക്കി മനുഷ്യാവകാശ കമ്മീഷൻ മുഖേന സർക്കാരിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുമായി നിയമപോരാട്ടത്തിലാണ് സാബുവും ജീനും. ജൂലൈ 28-ന് വാക്സിൻ എടുക്കുന്നു. 3-ാമത്തെ ദിവസം തൊട്ട് കുഞ്ഞിന് ശാരീരിക അസ്വസ്ഥത, പ്രത്യേകിച്ച് വയറിനൊരു കംപ്ലയിൻറ്റ് പറയുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞിൻ്റെ വാക്സിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞ് ബ്രെയിനിൽ നിന്ന് ബ്ലഡ് ലീക്കായി കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ളതാണ് ആ റിപ്പോർട്ട്. ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിൻ്റെ ഈ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മരണം ഇന്ത്യയിലെ എല്ലാ മെഡിക്കൽ സ്ഥാപനങ്ങളിലേക്കും എത്രയും പെട്ടെന്ന് ഇത് അറിയിക്കണമെന്ന് ഉണ്ട്. വാക്സിൻ സ്വീകരിച്ച ശേഷം ഏകദേശം സമാനമായ ലക്ഷണങ്ങളോടെ മരിച്ചവരുടെ കുടുംബങ്ങളുടെ കൂട്ടായ്മയുണ്ട്. ഇവരും നിയമപോരാട്ടത്തിന് പിന്തുണയുമായുണ്ട്. നേരത്തെ എന്തെങ്കിലും രോഗമോ രോഗലക്ഷണമോ നോവയ്ക്ക് ഉണ്ടായിട്ടില്ലെന്ന് അമ്മ ജീൻ ഉറപ്പിച്ച് പറയുന്നു. ഞങ്ങൾ ആ സമയത്ത് പറയുമ്പോൾ കുഞ്ഞിന് മറ്റു രോഗം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവരുടെ തന്നെ റിപ്പോർട്ട് വന്നല്ലോ, കമ്പനി തന്നെ അംഗീകരിച്ചല്ലോ അവർക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന്. മോഡയ ത്രോംബോസൈറ്റോഫീനിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആ ഒരു സിംറ്റം ഇവരുടെ ഫാക്ട് ഷീറ്റിലും പറയുന്നുണ്ട്. നഷ്ടപരിഹാര തുകയ്ക്ക് വേണ്ടിയല്ല, ഇനിയൊരാൾക്ക് പോലും വാക്സിൻ മൂലം ജീവിതം നഷ്ടപ്പെടാതിരിക്കാനാണ് തൻ്റെ പോരാട്ടമെന്ന് സാബു പറയുന്നു. തീർച്ചയായിട്ടും, കാരണം നമുക്ക് അതിനകത്ത് ഒരു സാമ്പത്തിക വശമല്ല. കാരണം ഈ ഇന്ത്യയിലെ കോടാനുകൂടി നിസ്സഹായരായിട്ടുള്ള മനുഷ്യരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് ഞങ്ങൾ ഇതിനു വേണ്ടി നിയമപോരാട്ടം നടത്തുന്നത്. നോവയുടെ ഓർമ്മകൾ വേദനയായപ്പോൾ 6 മാസം മുൻപ് കൂട്ടായി കുഞ്ഞ് നവമി എത്തി. അവളെയും ചേർത്ത് പിടിച്ച് നോവയ്ക്ക് വേണ്ടി പോരാടുകയാണ് ഇവർ. പാർശ്വഫലങ്ങൾ അംഗീകരിച്ച് കോവിഷീൽഡ് നിർമ്മാതാക്കളായ ആസ്ട്രാസെനേക്ക വാക്സിൻ പിൻവലിച്ചത് ഇവരെ പോലുള്ള ഇരകൾ നടത്തുന്ന നിയമ പോരാട്ടത്തിന് കരുത്തേകുമെന്ന കാര്യം ഉറപ്പാണ്. ബിനു പാവുമ്പയ്ക്കൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.